അഷ്കർ, വെരി ഗുഡ് മോർണിംഗ്. കുതിരപ്പുറത്താണ് യാത്ര. കോണിയിലാണല്ലോ നിങ്ങളുടെയൊക്കെ യാത്ര, മലപ്പുറത്തും പൊന്നാനിയിലും എല്ലാം. അതാണ് ചർച്ചാ വിഷയം. അപ്പോ മലപ്പുറത്തും പൊന്നാനിയിലും കാര്യങ്ങൾ തീരുമാനമായി. രാജ്യസഭാ സീറ്റിൽ ലീഗിന്റെ മൂന്നാമത്തെ സീറ്റ് ആവശ്യം തൽക്കാലം അവസാനിച്ചു. തർക്കം അവസാനിച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസ് അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. സ്ഥാനാർത്ഥി പട്ടിക നാളെ വരുമോ? കാരണം ഇനിയുള്ളൊരു ചോദ്യമുള്ളത് പൊന്നാനിയിലാര്, മലപ്പുറത്താര്, സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും നാളെ നടക്കുന്ന നേതൃയോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നറിയുന്നു. പാണക്കാട് തങ്ങൾ എത്തിയതിനു ശേഷമായിരിക്കും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഷ്കർ? അരുൺ, ലീഗിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ച നടക്കുന്ന മണിക്കൂറുകളാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തും. എത്തിയാൽ ഉടനെ തന്നെ ലീഗ് നേതാക്കളുടെ ഒരു അനൌദ്യോഗിക ചർച്ച പക്ഷേ ഇന്ന് രാത്രിയോടെ ഉണ്ടാവും. തുടർന്ന് നാളെ രാവിലെ 10 മണിക്കാണ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ വെച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃസമിതി യോഗം ചേരുന്നത്. ഈ യോഗശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഈ ഉഭയകക്ഷി ചർച്ച പൂർത്തിയാകാത്തതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതാക്കളൊക്കെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മുൻകാലങ്ങളൊക്കെ തന്നെ ആദ്യം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോൾ CPM ഉം CPI ഒക്കെ ഒരുപാട് മുന്നോട്ട് പോവുകയും ലീഗിന് അത് സാധ്യമാവാൻ കഴിയാത്തതിനും വലിയൊരു അതൃപ്തി ലീഗ് നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ ഉഭയകക്ഷി ചർച്ച കൂടി പൂർത്തിയായി ലീഗിന് രാജ്യസഭാ സീറ്റ് എന്നുള്ള വിഷയത്തിൽ കോൺഗ്രസ് തന്നെ ഓഫർ നൽകുകയും ലീഗ് അതിലേകദേശം ധാരണ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിടുക്കട്ട നീക്കം ലീഗ് നടത്തുന്നത്. നാളെ പാണക്കാട് ചേരുന്ന യോഗശേഷം പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ET മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനും തന്നെ വീണ്ടും മത്സരിച്ചേക്കുമെന്നാണ് നേരത്തെ തന്നെ ലീഗ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അതിൽ മണ്ഡലം വെച്ച് മാറുന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിന് മത്സരിക്കാൻ വളരെയധികം താല്പര്യമുണ്ട്. അദ്ദേഹം മണ്ഡലം വെച്ച് മാറണമെന്ന ആവശ്യം ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നതും ET മുഹമ്മദ് ബഷീർ MP തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നിലപാടിലേക്ക് വഴങ്ങുകയാണെങ്കിൽ ET മലപ്പുറത്തും സമദാനി പൊന്നാനിയിൽ മത്സരിക്കുകയും ചെയ്യും. സമദാനി പൊന്നാനിയിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീ വോട്ടും അതുപോലെ തന്നെ ഹൈന്ദവ വോട്ടുകളും ഒക്കെ വലിയ ക്രോഡീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്നും ലീഗ് കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. മലപ്പുറത്തും പൊന്നാനിയിലും സിറ്റിംഗ് MP മാർ സീറ്റ് വെച്ചുമാറിക്കൊണ്ടായിരിക്കുമോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്.